രാജ്യം ഏറെ കാത്തിരുന്ന കേരളം ഏറെ കാത്തിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. മാറി മാറി വന്ന LDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് എന്നത് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഇപ്പോഴിതാ വിഴിഞ്ഞം കമ്മീഷനിങ് മുന്നിലെത്തി നിൽക്കുകയാണ്. എന്നാൽ പതിവ് പോലെ തന്നെ UDF വിഴിഞ്ഞത്തിന്റെ പിതൃത്വ അവകാശവും പറഞ്ഞ് ഇപ്പോഴും അലഞ്ഞു തിരിയുകയാണ്. പ്രധാനമായും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് വിഴിഞ്ഞമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം. പക്ഷേ സത്യകഥ എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഏറ്റവും കൂടുതൽ തുരങ്കം വെച്ചത് ഈ കോൺഗ്രസ് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ചരിത്രം. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് ആദ്യമായി ഒരു കരാർ ഒപ്പുവെക്കുന്നത് 1999 EK നായനാർ സർക്കാരായിരുന്നു. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകൾ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തുടർ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല. എന്ന് മാത്രമല്ല, LDF സർക്കാർ ഒപ്പിട്ട കരാർ UDF റദ്ദാക്കുകയും ചെയ്തു. ശേഷം പദ്ധതിയുടെ കരാർ സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്ക് നൽകി. അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട യാതൊന്നും UDF ഗവൺമെന്റ് ചെയ്തില്ല. പിന്നീട് 2006 LDF ഗവൺമെന്റ് അധികാരത്തിലേറുകയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെയാണ് വിഴിഞ്ഞം പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിന് VS സർക്കാരിന്റെ ഈ നീക്കം ഒട്ടും ദഹിച്ചില്ല. കരാർ കമ്പനിക്ക് ചൈനീസ് പങ്കാളിത്തം ഉണ്ടെന്ന കാര്യം ഉന്നയിച്ച് വിദേശകാര്യ മന്ത്രാലയം സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകിയില്ല. കേന്ദ്ര സർക്കാർ സുരക്ഷാ അനുമതി നിഷേധിച്ചതോടെ VS സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. അങ്ങനെ ആ യോഗത്തിൽ വെച്ചാണ് വിഴിഞ്ഞം പദ്ധതി PPP മോഡലിൽ റീടെൻഡർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. കൂടാതെ ഈ തീരുമാനത്തിന്റെ ഭാഗമായി ആഗോള മീറ്റും സംഘടിപ്പിച്ചു. അങ്ങനെ റീടെൻഡറിൽ ആദ്യമായി ഒരു കമ്പനി ഈ ടെൻഡർ വിളിക്കുന്നു. ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയായിരുന്നു ടെൻഡർ വിളിച്ചത്. 115 കോടി രൂപ സർക്കാരിന് ഇങ്ങോട്ട് നൽകാമെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ നീക്കവും കേരളത്തിലെ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പിന്തുണയോടെ സൂം കൺസോർഷ്യം കോടതിയിൽ പോയി. നിയമക്കുരുക്കായതോടെ ലാൻകോ പദ്ധതിയിൽ നിന്നും പിന്മാറി. എന്നാൽ പിന്നോട്ടു പോകാൻ VS സർക്കാർ ഒരുക്കമല്ലായിരുന്നു. ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷനെ തുറമുഖ പദ്ധതിയുടെ കൺസൾട്ടന്റായി VS നിയമിച്ചു. ശേഷം ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്യൂറി എന്ന സ്ഥാപനത്തെ മാർക്കറ്റ് പഠനത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഡ്യൂറി നടത്തിയ വിശദമായ പഠനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തുന്നത്. ഡ്യൂറിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ തുക സർക്കാർ കണ്ടെത്തി. ഒപ്പം തുറമുഖം നടത്തിപ്പിനായി ഒരു സ്വകാര്യ പങ്കാളിയെ കണ്ടെത്താനും തീരുമാനിച്ചു. തുടർന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ തുടങ്ങുകയും ശുദ്ധജല വിതരണം, ദേശീയപാതയിൽ നിന്ന് തുറമുഖത്തേക്കുള്ള 4 വരിപ്പാത, റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പരിസ്ഥിതി ക്ലിയറൻസിനായി 2010 ഒക്ടോബറിൽ VS സർക്കാർ കേന്ദ്ര സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ അപ്പോഴും വഴിമുടക്കിയായി കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിശോധിക്കുകയും വല്ലാർപാടം, കുളച്ചൽ, മദ്രാസ്, തൂത്തുക്കുടി തുറമുഖങ്ങൾക്ക് സമീപത്തായതിനാൽ പരിസ്ഥിതി പഠനത്തിന് അനുവാദം നൽകാനാകില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. വീണ്ടും അപേക്ഷയുമായി കേന്ദ്ര സർക്കാരിനെ VS സർക്കാർ സമീപിച്ചു. എന്നാൽ അപേക്ഷ വീണ്ടും തള്ളുന്നു. ഇതിനെല്ലാം പിന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. പിന്നീട് NDA സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതികളും ലഭിക്കുന്നത്. അതിനു പിന്നിൽ അദാനിയായിരുന്നു. കാരണം അദാനിക്ക് കരാർ കൊടുക്കരുതെന്ന് കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം കരാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അദാനി മാത്രം പങ്കെടുത്ത ടെൻഡറാണ് ഉറപ്പിച്ചത്. ഇന്ത്യയിൽ PPP മോഡൽ പദ്ധതിയിൽ 30 വർഷമാണ് ഒരു കമ്പനിക്ക് കരാർ നൽകുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി ആദ്യമായി 10 വർഷം കൂട്ടി 40 വർഷത്തെ കരാർ അദാനിക്ക് നൽകി. നിർണായകമായ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉമ്മൻചാണ്ടി നടത്തിയ നീക്കമായിരുന്നു തിടുക്കത്തിലുള്ള ഈ കരാർ ഒപ്പുവെക്കൽ. ഏറ്റവും കൂടുതൽ പണം മുടക്കിയ സംസ്ഥാന സർക്കാരിന് തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം കിട്ടണമെങ്കിൽ 15 വർഷം കാത്തിരിക്കണം.
അതും 1% മാത്രം. ഉമ്മൻചാണ്ടി അദാനിയുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം കരാർ സംസ്ഥാന താൽപര്യങ്ങൾ ബലി കഴിച്ചാണെന്ന് CAG കണ്ടെത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം മുടക്കി നിർമ്മിക്കുന്ന മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് യൂസർ ഫീ പിരിക്കാൻ അദാനി ഗ്രൂപ്പിന് അനുവദിച്ച കരാർ വ്യവസ്ഥ മത്സ്യത്തൊഴിലാളി ദ്രോഹമായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ തൊഴുത്തിൽ കുത്ത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ LDF സർക്കാർ അധികാരത്തിലേറുന്നതും വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ഊർജ്ജസ്വലതയോടെ കൈകാര്യം ചെയ്യുന്നതും. പതിവിന് വിപരീതമായി ചരിത്രത്തിൽ ആദ്യമായി LDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതും കേന്ദ്രഭരണം കൈവിട്ടുപോയതും കോൺഗ്രസിന് തിരിച്ചടിയായി. പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതിൽ തിരിച്ചടിയായെന്ന്. ഈ കാലത്തിനിടയിൽ ഇത്രയും കാട്ടിക്കൂട്ടിയിട്ടാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നും വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് കോൺഗ്രസ് അലമുറയിടുന്നത്.